ചാലക്കുടി നോർത്ത് ജംഗ്ഷനിലെ പെയിന്റ് ഗോഡൌണിൽ വൻ അഗ്നിബാധ. 1.5 മണിക്കൂർ നേരത്തെ കഠിന പ്രയത്നത്തിന് ശേഷം തീയണച്ചു. 2 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 8:30യോടെയാണ് ഊക്കൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെ പെയിന്റ് ഗോഡൌണിൽ അഗ്നിബാധയുണ്ടായത്. മിനിറ്റുകൾക്കകം ആളിപ്പടർന്ന തീ മറ്റിടങ്ങളിലേക്കും അതിവേഗം വ്യാപിച്ചു. പ്ലൈവുഡ്, ഫർണിച്ചറുകൾ, റബ്ബർ ഷീറ്റ് തുടങ്ങിയ നിരവധി ഇനങ്ങൾ അഗ്നിക്കിരയായി. അഗ്നിശമന സേനയുടെ 4 സ്റ്റേഷനുകളിൽ നിന്നായി 6 യൂണിറ്റുകൾ രക്ഷാപ്രവർത്തനത്തിനെത്തി. പോലീസ് ഉദ്യോഗസ്ഥരും വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തി. 100 കണക്കിന് നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. 3 നില കെട്ടിടത്തിന്റെ പിൻഭാഗത്തുള്ള ഷീറ്റ് മേഞ്ഞ ഗോഡൌണിലായിരുന്നു തീപിടിച്ചത്. 100 കണക്കിന് പെയിന്റ് ടിന്നുകൾ രക്ഷാപ്രവർത്തകർ ഗോഡൌണിൽ നിന്നും എടുത്ത് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി. പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനായതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ലെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടമയും മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ UV മാർട്ടിൻ പറഞ്ഞു. രാവിലെ നമ്മൾ കട തുറക്കുന്നത് ഫയർ കണ്ടു. അങ്ങനെ സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു. ഫർണിച്ചറിൻ്റെ സെക്ഷനും ഹാർഡ്വെയർ സെക്ഷനും അതുപോലെ പെയിൻറ്റ് സെക്ഷനും നോക്കി വന്ന ആ ഫയർ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഫയറിൻ്റെ ആൾക്കാർ വന്നു, നാട്ടുകാരെല്ലാവരും വന്നു. അവരെല്ലാവരും സഹകരണം കൊണ്ടാണ് തീ അണയ്ക്കാൻ നമുക്ക് സാധിച്ചത്. MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് എന്നിവരും സ്ഥലത്തെത്തി. TCV ചാലക്കുടി.